ശ്രീ സജി നന്ദിയാട്ട്, ധാരാളം ചർച്ചകളിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വാദമുഖങ്ങൾ നിരത്തിയിട്ടുള്ള നമ്മുടെ ചർച്ചകളിൽ നമ്മൾ പരസ്പരം വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കടിച്ചുകീറൽ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ചർച്ചകളിലൊക്കെ. നാളെ ഇനിയിപ്പോൾ വിധി വരാനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ പുറത്തു വരുന്ന ചില വിവരങ്ങൾ, ഇപ്പോൾ പ്രോസിക്യൂഷന് ഈ ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ദിലീപ് ഭാഗമായിരുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ തെളിവുകളും നൽകി ഈ കേസിലെ മുഴുവൻ പ്രതികളും, അതായത് 10 പ്രതികളും ശിക്ഷിക്കപ്പെടും എന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതിലിപ്പോൾ വന്നിരിക്കുന്ന കാര്യം, ദിലീപ് 1.5 കോടി രൂപ പൾസർ സുനിക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകുകയും, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ, ഇനി അഥവാ അതിൽ കേസുണ്ടായാൽ അത് 3.5 കോടി നൽകാമെന്ന് ഉറപ്പ് നൽകിയെന്നും, അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇപ്പോൾ 10,000 രൂപ പൾസർ സുനിയുടെ അമ്മയ്ക്ക് കൊടുക്കുന്നു, 30,000 രൂപ നാദിർ ഷാ വഴി കൈമാറുന്നു, പിന്നെ വിവിധ ഇടപാടുകളിലായി ഈ പൈസ അവരിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ തെളിയിക്കാൻ, ഡിജിറ്റൽ രേഖകളടക്കം തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ദിലീപ് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് ചർച്ചകളിൽ വാദങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ സജി നന്ദിയാട്ട്. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുള്ളതും കോടതിയെ ബോധിപ്പിച്ചതുമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? നല്ല തിരക്കഥ. 8.5 വർഷമായി ചാനലിൽ ഇരുന്നു കൊണ്ട് ഇവരെല്ലാം കൂടെ നല്ല തിരക്കഥ, പൊതുബോധത്തെ ഉണർത്താൻ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഡിസംബർ 8-ന് നാളെ ദിലീപിന് വിധി വരുമെന്ന് കറിഞ്ഞപ്പോൾ 2 ആഴ്ചയായിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ ഇങ്ങനെ പറയുക. ഇപ്പൊ ബാലേന്ദ്രകുമാറിന്റെ സങ്കടമാണ് ഇവർ പറഞ്ഞത്. ഈ ബാലേന്ദ്രകുമാറിന് ഒരു ചികിത്സയ്ക്ക് സഹായം കൊടുക്കാത്തവരാണ് ഈ കഥ പറയുന്നത്. ഭയങ്കര വൈകാരികമായാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ആ മനുഷ്യനെ ഉപയോഗിച്ചിട്ട് യൂസ് ആൻഡ് ത്രോ ആയിരുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു ആ മനുഷ്യനെ കൊണ്ട്. അദ്ദേഹത്തിന് ഒരു ചികിത്സാ സഹായം പോലും കൊടുക്കാതെ കെഞ്ചുകായിരുന്നു ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ. ഇവരാരും മൈൻഡ് ചെയ്തില്ല. ഇവിടെ ഇരുന്ന് പറയുന്നത് കേട്ടാൽ കേരള ജനതയെ മുഴുവൻ വൈകാരികമായി അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണ് മിസ്റ്റർ ഗോപി കൃഷ്ണൻ. ഇത് ബാലേന്ദ്രകുമാറിനെ ഇവരെന്തൊക്കെ പറഞ്ഞാലും ഭാര്യയോട് ചോദിച്ചാൽ ഒരു മിനിറ്റ്. അല്ല, ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾക്ക് മറുപടി പറയാൻ ഞാൻ സമയം തരാം. അല്ല, അവസരം തരാം. ശരിയാണ്, ബാലേന്ദ്രകുമാറിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ താങ്കൾക്ക് സ്വാഭാവികമായും അത് വൈകാരികമായി താങ്കൾക്ക് അതിനോട് മറുപടി ഉണ്ടാവും. ഞാൻ അതിന് സമയം തരാം. നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. ശ്രീ സജി നന്ദിയായിട്ട് പറയും. കഥയൊക്കെ കേട്ടിട്ടേ നല്ല സ്ക്രിപ്റ്റാ, സിനിമയ്ക്ക് കൊള്ളാം. ഗോപികൃഷ്ണൻ, ഇത് ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണ്. ഇവിടെ ഇതിൽ ഈ നടി ആക്രമിക്കപ്പെട്ടതിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞെടുത്ത് എങ്ങനെയാണ് പറയുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇതിന് ഗൂഢാലോചനയില്ലെന്ന്. സ്വാഭാവികമായും പിന്നീട് ബഹളം വെച്ച് ഗൂഢാലോചനയുണ്ടെന്ന് വരുത്തി തീർത്തു. അപ്പോൾ ഇതിന് പിന്നിലെ ബ്രെയിൻ ആരുടെയാ? ഒരു സംവിധായകന്റെ അതിന് പിന്നിലെ ബ്രെയിൻ. ഇത് ദിലീപിനോട് വൈരാഗ്യം തീർത്തലാണ്. കാവ്യമാധവനെ ദിലീപ് വിവാഹം കഴിച്ചുള്ള വൈരാഗ്യം തീർക്കലായിരുന്നത്. ഒരു പക്ഷെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യമുണ്ട്. ഇവർ പടപ്പെ തന്നെ കുറെ കോടതിക്ക് വേണ്ട തെളിവാ സാർ. ദിലീപ് പൾസർ സുനിക്ക് പണം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും സാർ. ഇല്ലാതെ കഥ പറഞ്ഞിട്ട് കാലം കോടതി കൊണ്ട് കൊടുക്കണം. വായ്ത്താളം പഠിച്ച് ചാനലിരുന്ന് വർത്താനം പറഞ്ഞും ഒരു പൊതുബോധം ഉണർത്തിയും പൊതുബോധത്തെ വൈകാരികമായി ഒരു ബ്രെയിൻ വാഷ് ചെയ്തും നമ്മളിങ്ങ് കയ്യിലെടുക്കുകയാണ് കുറെ കഥ പറഞ്ഞിട്ട്. ഒരു കാര്യമില്ല സാർ. കോടതിക്ക് വേണ്ട തെളിവ് ഉണ്ടോ കയ്യിൽ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. സംശയം തിരിക്കുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞ കഥ മാറ്റി പറയുകയാണ്. ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ പറയുകയാണ് 28 സാക്ഷികൾ കൂറുമാറി പോലും. ഞാൻ സാമാന്യ ബുദ്ധിയുള്ള കേരള ജനതയോട് ചോദിക്കട്ടെ, ഇതിൽ എത്ര പേരാണ് സാക്ഷികൾ? ഇതിലെ സാക്ഷികളുടെ എണ്ണം എന്ന് പറയുന്നത് 261. ഈ 261-ൽ 28 പേർ കൂറുമാറി എന്ന് പറയുന്നു. ഇനി ഇവര് പറയുന്നത് ഞാൻ വേണേ അങ്ങ് മുഖവിലേക്ക് എടുക്കാം. ബാക്കി 233 എവിടെയാ സാർ? ഇപ്പോൾ നമ്മുടെ ഇതിൽ പങ്കെടുത്ത വക്കീല് പറഞ്ഞൊരു പ്രിയദർശൻ തമ്പി പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു സാക്ഷി മതി, ഒരു ഐ വിറ്റ്നസ് മതി. അതല്ലാതെ അവർ ഇവരോട് പറഞ്ഞു, ഇവർ അവരോട് പറഞ്ഞു, അവർ മറ്റവരോട് പറഞ്ഞു. ഇങ്ങനെ ഹിയർസേ ഇവിടെ ആവശ്യമില്ല സാർ. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നാളെ ദിലീപ് ശിക്ഷിക്കപ്പെടും. ഇതൊന്നും തെളിയിക്കാതെ ഈ 2 ആഴ്ചയായിട്ട് പൊതുബോധത്തെ ഉണർത്തി എന്തിനാണ്? ജഡ്ജ് അതായത് സ്വാധീനിക്കപ്പെടാൻ, വിധിയെ സ്വാധീനിക്കാനാണ് ഈ 2 ആഴ്ചയായിട്ട് ചാനലുകളിൽ നോവൽ എഴുതുന്ന പോലെ, ജോർജ് കുട്ടിച്ചാന്റെ സൂസി കൊച്ചമ്മയുടെ പ്രേമം പറയുന്നത് പോലെ
കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ചാനലുകൾ വരികയാണ്. അല്ല, ഇത് ആരാണ് സജി നിങ്ങൾക്ക് നന്ദാട്ട്, ഞാൻ നൽകുന്നത്? ഇടയ്ക്കൊന്ന് ഒരു കാര്യം ഒന്ന് പബ്ലിക് പറയട്ടെ. പ്രോസിക്യൂട്ടർ ആണോ? അതായത് ഈ രാജ്യത്തിന്റെ എങ്കിൽ അത് ഒരൊറ്റ കോടതി കാര്യം, ലക്ഷ്യമല്ലേ? ശ്രീ സജി നന്ദാട്ട്, ഈ രാജ്യത്തിന്റെ പറഞ്ഞോളൂ. നീതിന്യായ സംവിധാനങ്ങളെ ബഹുമാനിക്കുകയും ആ സംവിധാനങ്ങളുടെ നടത്തിപ്പിൽ വിശ്വസിക്കുകയും ഒരു പൗരനെന്ന നിലയിൽ അതിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായും ഈ ചാനലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിധിയെ സ്വാധീനിക്കാൻ പിന്നെ ചർച്ചകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി കെട്ടുകഥകൾ അവതരിപ്പിക്കുക എന്നൊക്കെ ഉത്തരവാദിത്വമുള്ളൊരു പൗരൻ എന്ന നിലയിൽ താങ്കൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ദയവായി ഇത്തരം ചർച്ചകളിൽ ഉന്നയിക്കരുത്. ഇനി താങ്കൾക്ക് താങ്കളുടെ ഭാഗം പറയാം. എങ്കിൽ പറയൂ. നിങ്ങൾക്ക് പ്രോസിക്യൂട്ടർ തന്നാണെങ്കിൽ തെളിവ് സഹിതം പറയൂ ഗോപികൃഷ്ണൻ. നിങ്ങൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് തന്നതെങ്കിൽ ഇത് കോടതി ലക്ഷ്യമാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് തമ്പി സാർ പറയട്ടെ. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടന്ന കാര്യം ഇന്ന് ഒരു അഡ്വക്കേറ്റ് പറയുകയാണ്. അജയ്കുമാറെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാനും അജയ്കുമാറും തമ്മിൽ 8.5 വർഷക്കാലം വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. അജയ്കുമാർ അദ്ദേഹം ആസ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് വരെ ഒരു ചാനൽ വന്ന് അദ്ദേഹം നാളെ വരെ പറയട്ടെ ഇന്ന് വരെ ഒരു ചാനൽ വന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കേട്ടത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ഞങ്ങൾ എതിർവാദങ്ങൾ ഉന്നയിക്കും, സ്വാഭാവികം. പക്ഷേ ഇന്ന് പല അഡ്വക്കേറ്റ് ഇന്ന് മമ്മൂട്ടി സ്വാധീനിച്ചെന്ന് പറഞ്ഞല്ലോ, മമ്മൂട്ടി ദിലീപിനെ സഹായിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ബ്ലണ്ടറൊക്കെ ആരോടാ? കേരള ജനതയോടാണ് പറയുന്നത്. ശ്രീ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആള് കേരള മുഖ്യമന്ത്രിയുടെ വലം കൈ ആളാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ദിലീപ് അകത്ത് കിടക്കില്ല സാർ. ഇത് കേരള ജനതയോട് ഞാൻ പറയുകയാണ്. മമ്മൂട്ടി സ്വാധീനിച്ചെന്ന് പറയുകയാണ്. ഒരു സാധാരണ ഒരു നിലവാരം താങ്കൾ എന്തൊക്കെയാ ശ്രീ സജി നന്ദിയാട്ട് പറയുന്നത്? കോടതിയിൽ ശ്രീ സജി നന്ദിയാട്ട് താങ്കൾ എന്തൊക്കെയാ പറയുന്നത്? മമ്മൂട്ടി പറഞ്ഞാൽ ദിലീപ് അകത്ത് കിടക്കില്ല, മമ്മൂട്ടി പറയുന്നത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരാൾ പറയുന്ന അനുസരിച്ചിട്ടാണോ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? താങ്കൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് നിങ്ങൾ ചോദിക്കുന്ന അഡ്വക്കേറ്റ് ടി ബി മിനിയോടാ. അല്ല, അഡ്വക്കേറ്റ് ടി ബി മിനി ഇല്ലല്ലോ ഇപ്പൊ ഈ ചർച്ച. ഗോപികൃഷ്ണൻ ഇപ്പൊ നടന്ന ചർച്ച മാത്രമല്ല, ഇന്ന് പല അല്ല, താങ്കൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ദിലീപ് അകത്ത് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ദിലീപ് അകത്ത് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ് അതിന്റെ അർത്ഥം? ഒന്ന് തന്നെയാണ്. അല്ലല്ല, ശ്രീ സജി നന്ദിയാട്ട്, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ദിലീപ് അകത്ത് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതായത് ഒരു കേസിൽ കുറ്റക്കാരായ ആളുകൾ, പ്രതി ചേർക്കപ്പെട്ട ആളുകൾ, സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ കേസിന്റെ ഭാഗമായി പിടിക്കപ്പെടുന്ന തീരുമാനമെടുക്കുന്നത് ഇതുപോലെ സമൂഹത്തിൽ മറ്റു മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണെന്നോ? താങ്കളും ഈ പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തോടാണ്, ഒരു ഭരണ സംവിധാനമുള്ള ഈ നാടിനെ കുറിച്ചാണ്. ഞാൻ അതിലേക്ക് ഗോപികൃഷ്ണൻ, നിങ്ങൾ ഇടപെടല്ലേ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞാൽ ബാക്കി പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ചാനലുകാർ ഈ ചാനലിൽ പറഞ്ഞില്ലെങ്കിലും മറ്റ് ചാനലുകളെല്ലാം ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ് മമ്മൂട്ടി ദിലീപിനെ സഹായിച്ചെന്ന്. അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്, അതിന് മറുവശമാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള കഥകൾ ഇങ്ങനെ പൊടുപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ കേരള ജനസമൂഹത്തെ വൈകാരികമായി മാനസികമായി കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ഇവർ മസ്തിഷ്ക പ്രളയം നടത്തുകയാണ്. നാളെ ദിലീപിന് അനുകൂല വിധി വന്നാൽ ഇവർ പറയാൻ പോകുന്ന വേറെ നറേഷനാ. ഞാൻ പറയുന്നു, തെളിവുണ്ടെന്ന് ദിലീപ് ശിക്ഷിക്കപ്പെടുമല്ലോ. നിങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ? അത് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാത്ത കാര്യമല്ലേ? ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശ്രീ സജി നന്ദിയാട്ട്, അതായത് ദിലീപ് നാളെ ശിക്ഷിക്കപ്പെടുമോ, ദിലീപ് നാളെ നിരപരാധിയാണെന്ന് കോടതി വിധിക്കുമോ എന്ന കാര്യമൊന്നും നമ്മൾ ഇവിടെ തമ്പി സാർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? നാളെ വിധി വരാനിരിക്കുന്ന ഒരു കേസിൽ വിധി മുൻകൂട്ടി പറയുക അല്ലെങ്കിൽ അതിന്റെ പ്രൊഡിക്ഷൻ നടത്തുകയല്ല നമ്മുടെ ജോലി. അല്ലല്ല, ഇല്ല തിരികെയല്ല, ഞാൻ പറയാം, അതൊന്നുമല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, അത് ഈ സമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വിധി നാളെ വരാനിരിക്കുന്നു, കോടതിക്ക് അറിയാം, കോടതി ആ കാര്യങ്ങളിൽ തീരുമാനം, ഈ താങ്കൾ പറഞ്ഞതുപോലെ തെളിവുകളും ബാക്കി കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് ഉചിതമായ രീതിയിൽ കോടതി ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. അത് സംശയം എന്തിരിക്കുന്നു? കോടതി തെളിവുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കും ദിലീപിനെ, തെളിവില്ലെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കില്ല. തെളിവില്ലെങ്കിൽ ശിക്ഷിച്ചില്ലെങ്കിൽ ഇവർ കഴിഞ്ഞ 2 വർഷം മുമ്പ് പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം മറ്റു ചാനലുകളിൽ. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ മാറ്റി വെക്കുക. ഞാൻ പൊതുവായി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത മുമ്പേ ഞാൻ പറഞ്ഞത്. ഇന്ന് ഞങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക, ദൃശ്യമാധ്യമങ്ങൾ, യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കോടതിയിൽ ഒരു വാദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വക്കീല് വന്നിട്ട് പൊതുമധ്യത്തിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത് കോടതി ലക്ഷ്യ സാർ, കോടതി അലക്ഷ്യമാണ് സാർ. അതല്ലേ ഞാൻ അജയ്കുമാറിനെ ബഹുമാനിക്കുന്നു പറഞ്ഞത്. ഇത്തരം കഥകൾ വന്ന് ജനങ്ങളുടെ മുമ്പിൽ ദിലീപിനെ മാക്സിമം മോശക്കാരനാക്കി എടുക്കുകയാണ് ഇവര്. ഇതിലെ റിയാലിറ്റി എന്താണ്? ആ റിയാലിറ്റി പറയേണ്ടത് കോടതിയല്ലേ? അതിനുമുമ്പ് വിധി പറയാൻ വേണ്ടി ഇവരെന്തിനാണ് ഇങ്ങനെയുള്ള കഥകൾ മെനഞ്ഞു കൂട്ടുന്നത്? ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ അതാണ്, ഇവിടെ ഇതാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ സാർ, നിങ്ങൾ ആദ്യമേ കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തിയല്ലോ. ഞാനൊരു കോമൺ സെൻസ് ചോദിച്ചോട്ടെ. ഒന്നാമത്തെ അന്വേഷണം അന്ന് 221 സാക്ഷികളാണ്. അന്ന് 220 വരെ വിസ്തരിച്ചിരുന്നല്ലോ.
ആ 2022 ഡിസംബറിൽ ആ 220 പേരെ വിസ്തരിച്ച സമയത്തല്ലേ ബാലചന്ദ്രകുമാർ വന്നത്? അന്ന് അനൂപിന് അയച്ച മെസ്സേജുകളുണ്ടല്ലോ പണം ചോദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ രക്ഷിക്കാൻ, ദിലീപിനെ ഞാനാണ് 85 ദിവസം ജയിലിൽ കിടന്ന് ദിലീപിനെ ഞാനാണ് ജാമ്യം വാങ്ങിച്ചു കൊടുത്തത്. അന്നത്തെ ജഡ്ജിക്ക് പൈസ കൊടുക്കാൻ ഞാൻ നെയ്യാറ്റങ്കര ബിഷപ്പിന്റെ അടുത്ത് പോയി. അവരെ അമിത്ഷാ, അതോടൊപ്പം തന്നെ പരീസ് സെൽവം അന്നത്തെ കാലത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെയുള്ള ബെഡായ്സൊക്കെ അടിച്ചിരുന്നല്ലോ. അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും അല്ല ഇവിടുത്തെ മാറ്റർ ഓഫ് ഫാക്ട്സ്. ഇവിടുത്തെ മാറ്റർ ഓഫ് ഫാക്ട്സ് എന്താണ്? നടി ആക്രമിക്കപ്പെട്ടത് ആരാണ്? പൾസസുനിയാൽ. ആ പൾസസുനിക്ക് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ഒരു 220B എന്ന് പറയുന്നത് തെളിയിക്കണമെങ്കിൽ അത് ഫ്രം ദ റൂട്ട് ടു ഫ്രൂട്ട്സാ. ഇത് അവിടെ എവിടെ ഒരു കണ്ണി മുറിഞ്ഞാൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റില്ല. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. 120B ഗൂഢാലോചന കുറ്റം, കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കണമെങ്കിൽ ഫ്രം റൂട്ട് ടു ഫ്രൂട്ട് ആണ്. ശരിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അത് തെളിയിക്കാൻ ഏറ്റവും പ്രധാനമായ കാര്യമാണ് സാഹചര്യ തെളിവുകൾ. ആ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ രേഖകളും ഞങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷന്റെ ഭാഗം വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ആ ആത്മവിശ്വാസമാണ് പ്രകാശിപ്പിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? നിങ്ങളോട് പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്റെ ചോദ്യത്തിന് ഉത്തരം ഗോപികൃഷ്ണ, പരാതിക്കാരിയുടെ അഭിഭാഷകയൊക്കെ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് ശ്രീ സജി നന്ദിയാട്ട്. തെറ്റ്, റോങ്. അപ്പൊ നിങ്ങളിപ്പോ അഭിഭാഷക ആരാണ്? TB വിനി അല്ലേ? വീണ്ടും പഴയ പോയിന്റിലേക്ക് വരിക. പരാതിക്കാരിയുടെ അഭിഭാഷക പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഗോപികൃഷ്ണ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, പൊതുസമൂഹം കേൾക്കട്ടെ. ഒരു കോടതിയിൽ ഒരു വിധി നാളെ വരാനിരിക്കുമ്പോൾ അവർക്ക് വാദിക്കോ പ്രതിക്കോ വേണ്ടി ആരുമായിക്കോട്ടെ ഹാജരായത്, അവർ വന്ന് പൊതുമധ്യത്തിൽ വന്ന് ഒരു ചാനലിൽ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത് ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും തമ്മിൽ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നത് കോടതി അലക്ഷ്യമാണ്. ഗോപികൃഷ്ണൻ, ഒരു സംശയം. സജി നന്ദിയാട്ട്, എന്താണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്? എന്താണെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക പറഞ്ഞത്? ഞങ്ങൾ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിലെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ കാര്യം കോടതിയെ ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇനി വിധി പറയേണ്ടത് ജഡ്ജിയാണ്, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് ഞങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് ഒരു പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക പറയുന്നതിൽ തെറ്റുണ്ടോ? ഇപ്പോൾ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിസാർ ഇവിടെയുണ്ട്. തമ്പിസാർ അതെല്ലാം കേൾക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിലേക്ക് പോകാം. കാരണം അങ്ങനെ പറയുന്നു, പിന്നെ അവർ പറഞ്ഞു ജഡ്ജാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ഞാനിപ്പോൾ സ്വതന്ത്രയല്ല, കാരണം ഇത് കേസിന്റെ വിധി വരാനിരിക്കുന്ന സമയമാണ്. പിന്നീട് അതിനുശേഷം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറയുന്നതിൽ കോടതി ലക്ഷ്യമുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.